നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷമം ഉണ്ടാവുക. അതിലൊന്ന് എളുപ്പമായിരിക്കും, കുറേ ആൾക്കാർക്ക് എളുപ്പമുള്ള ടോപ്പിക് ആയിരിക്കും. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും, നിങ്ങൾക്ക് അത് അറിയാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് കുറച്ച് വിഷമമുള്ളതായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ നല്ലോണം അവിടെ ഇരുന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ നോക്കണം. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, അത് നമ്മൾ മാനേജ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ സാധാരണ എളുപ്പമുള്ളത് ഒരു 40-50%, കുറച്ച് വിഷമമുള്ള ഒരു 30%, കൂടുതൽ വിഷമമുള്ള 20% ആണ് സാധാരണ സിലബസിൽ ഉണ്ടാവുക. അതിൽ 20% വരുന്നൊരു സ്ഥലമാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം. അതാണ് നമ്മളെ കളിക്കാർ എത്തി തുടങ്ങിയല്ലോ പറയും. ഓക്കെ, മൊബൈലിൽ നിങ്ങൾ ഒന്നും വരയ്ക്കാതിരിക്കുക. കാരണം നിങ്ങൾ വരയ്ക്കുമ്പോൾ 190 പേരുടെ ശ്രദ്ധ അതിലേക്ക് പോകും. പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന കുറച്ച് വിഷമമുള്ള ഒരു ഏരിയ ആണ്, റൈറ്റ്? സോ ജസ്റ്റ് കീപ് ഇൻ മൈൻഡ്. സോ വി കണ്ടിന്യൂ. So what is the idea called pre-writing? റൈറ്റിങ്ങിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഈ റൈറ്റിങ്ങിന്റെ മുന്നേ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ ഇത്രയും വലിയൊരു ലാർജ് സ്കെയിലിൽ പ്രീ റൈറ്റിംഗ് ഒന്നും പ്ലാൻ ചെയ്യലില്ല. പക്ഷെ ഈ പറഞ്ഞ എസ്സേ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഭാവിയിൽ വല്ല പേപ്പർ എഴുതുമ്പോൾ, അല്ലെ അസൈൻമെന്റ് എഴുതുമ്പോൾ, അതല്ലെങ്കിൽ ഒരു റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എഴുതുമ്പോൾ, അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂമിൽ ഒരു പക്ഷേ പരീക്ഷാ ഹാളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രീ റൈറ്റിംഗിലേക്ക് ഒന്നും ഇത്ര ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റൂന്ന് വരില്ല. കാരണം നമുക്ക് ആകെ 3 മണിക്കൂറേ സമയം കിട്ടുന്നുള്ളൂ. സോ ദർ ഈസ് എൻ ഏരിയ കോൾഡ് പ്രീ റൈറ്റിംഗ്. വാട്ട് ഈസ് എ പ്രീ റൈറ്റിംഗ്? പ്രീ റൈറ്റിംഗ് ഈസ് എ പ്രിലിമിനറി സ്റ്റെപ്സ് ബിഫോർ റൈറ്റിംഗ്, റൈറ്റ്? യു ജസ്റ്റ് തിങ്ക് ഓഫ് ടോപ്പിക്, ഐഡിയാസ് ആൻഡ് പ്രസന്റേഷൻ. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നാൽ നാച്ചുറലി ഒരാൾ ഒരു ചോദ്യം വായിക്കുമ്പോൾ, മിക്ക കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ വായിച്ചു നോക്കും. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ അപ്പം തന്നെ തീരുമാനിക്കൂ 4 എസ്സേയിൽ ഏത് 2 എസ്സേ ആണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അതിന് ഒരുപാട് നിങ്ങളുടേതായ ലോജിക്കലായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാവും അതിലേക്ക് എടുക്കാൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ പല ക്രൈറ്റീരിയ നിങ്ങൾ ഉപയോഗിക്കും എഴുതുന്ന സമയത്ത്. അപ്പോൾ ഈ കാര്യത്തിന് എഴുതുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ചിന്തിക്കുന്നത്, അപ്പം നമുക്ക് 3 സ്റ്റേജസ് ഉള്ളത്. ഒന്ന് പ്രീ റൈറ്റിംഗ്, മറ്റേത് റൈറ്റിംഗ്, മറ്റേ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിഫോർ സബ്മിഷൻ നമ്മൾ ചെക്ക് ലിസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ 3 പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, പോസ്റ്റ് റൈറ്റിംഗ് 3 കാറ്റഗറിയുള്ളത്. അതിലിപ്പോൾ പ്രീ റൈറ്റിംഗിലാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യും? എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ, നടന്നു പോവുകയാണ് കോളേജിലേക്കെങ്കിൽ, നിങ്ങൾ സാധാരണഗതിയിൽ ആലോചിക്കുന്നത് ഇന്ന ചോദ്യമാണ് വരുന്നതെങ്കിൽ എളുപ്പമായിരുന്നു, എനിക്ക് കുറേ അറിയാം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുക. എന്താ ഇങ്ങനെ അറിയാമെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ടോപ്പിക്കിനെ പറ്റി, ഐഡിയനെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഈ ഏരിയ നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റുന്നതാണ്. സോ പ്രീ റൈറ്റിംഗ് ഇൻവോൾവ്സ് എനി റൈറ്റിംഗ് or any plans for writing you do before the actual writing. Before the actual writing, what you do is called preliminary idea or pre-writing. Number 2, you always remember that, especially when you write the exam as well as when you write the papers, you are going to address a audience or a person who is more learned than you. ഈ പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ ഈ എഴുത്ത് വായിക്കാൻ പോകുന്ന ആള് നിങ്ങളെക്കാട്ടും അറിവുള്ള ആളായിരിക്കും, അങ്ങനെയല്ലേ? അതുപോലെ നിങ്ങളൊരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഹാളിൽ, ആ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെക്കാളും അറിവുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളെ പോലെ കുട്ടികളും ഇരിക്കുന്നുണ്ടാവാം, നിങ്ങൾ അത്ര കഴിവില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവാം. എപ്പോഴും ഒരു കഴിവുള്ള ആൾ നമ്മളെക്കാട്ടും അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം. വേറെ ഏത് സമയത്ത് CV എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്. CV ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാർ എന്തായാലും നിങ്ങളെക്കാട്ടും സ്കില്ലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയ ആൾക്കാരുമായിട്ടാണ് ഈ കളി കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കളിയിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, സോ യുവർ ഓഡിയൻസ് ഈസ് ഗോയിങ് ടു കൺസിസ്റ്റ് ഓഫ്, ഓർ യുവർ റീഡേഴ്സ് ആർ ഗോയിങ് ടു ബി പീപ്പിൾ ഹു ആർ better skilled, better knowledgeable than you. So you decode the message encoded in the writing. ഈ എൻകോഡ് ഡീകോഡ് എന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2 ടെർമിനോളജിയാണ്. നിങ്ങൾ ഒരു മെസ്സേജ് കോഡ് ചെയ്യും, അതായത് നിങ്ങളൊരു ആശയം നിങ്ങൾ ഉത്തരത്തിൽ എഴുതും. ആ ആശയം ഞാൻ ഡീകോഡ് ചെയ്തിട്ട് മനസ്സിലാക്കും. കോഡിങ് ആൻഡ് ഡീകോഡിങ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പണ്ട് സാധാരണ നിങ്ങൾ സീക്രട്ട് മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് നിങ്ങൾ സീക്രട്ട് ആയിട്ട് ഒരു മെസ്സേജ് കോഡ് ചെയ്യും, മറ്റേ ആൾ അത് അൺകോഡ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്തിട്ട് അത് വായിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ഉത്തരം എഴുതുക എന്ന് പറയുന്നത് നിങ്ങളൊരു കോഡിംഗ് ആണ്.
അത് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത് എൻ്റെ ഡീകോഡിംഗ് ആണ്. ഈ വായിക്കുന്ന ആൾക്കാരെ വ്യത്യാസം അനുസരിച്ച് ഈ അറിവിൻ്റെ ലെവലും വ്യത്യാസപ്പെടും. ഒരുപക്ഷെ നിങ്ങളൊരു പേപ്പർ അവതരിപ്പിച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളെ അനുകൂലിക്കും, കുറേ ആൾക്കാർ നിങ്ങൾ എതിർക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കോഡ് ചെയ്ത സാധനം ചില ആൾക്കാർ പോസിറ്റീവായിട്ട് വായിച്ചു, അവർ നിങ്ങളെ അനുകൂലിക്കും. ചില ആൾക്കാർ നെഗറ്റീവായിട്ട് വായിച്ചു, അവർ നിങ്ങളെ എതിർക്കും. ഇത് പരീക്ഷാ പേപ്പർ നോട്ടത്തിലും ഉണ്ട്. 3 ടീച്ചർമാർ വാല്യൂ ചെയ്താൽ 4 തരത്തിലെ മാർക്കായിരിക്കും ഉണ്ടാവുക. കാരണം ഓരോ ടീച്ചറും അത് മനസ്സിലാക്കുന്ന രീതി, ആ ടീച്ചറുടെ നിലവാരം, ടീച്ചറുടെ ചിന്തിക്കുന്ന രീതിയൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഒരു റൈറ്റിങ്ങിനെ, കോഡിങ്ങിനെ ഡീകോഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ റൈറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് എങ്ങനെ ഡീകോഡ് ചെയ്യപ്പെടും നിങ്ങൾക്ക് അറിയണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളെ ഉത്തരങ്ങളിലൊന്നും തന്നെ നമ്മൾ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ റേഷ്യലായിട്ടോ അങ്ങനത്തെ ഒരു പരാമർശവും ഉൾപ്പെടുത്താറില്ല കോമൺലി. കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ നോക്കുന്ന ആള് ഇതിൽ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇത്തരം പരാമർശങ്ങൾ നമ്മൾ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യും. ഒരു പരീക്ഷാ പേപ്പർ ഉത്തരം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതാറില്ല. കാരണം എന്താ വെച്ചാൽ അത് ചിലരെയൊക്കെ ഒഫൻഡ് ചെയ്യും. ക്ലാസ് റൂമിലും നമ്മൾ അങ്ങനെ തന്നെ. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾ എഴുതുന്ന ഒരു സാധനത്തിലെ ആൾക്കാരെ ഒഫൻഡ് ചെയ്യാണ്ട് അവർക്ക് വായിക്കാൻ പറ്റണം. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡീകോഡിങ് ആൻഡ് കോഡിങ്ങിനെ പറ്റി ഞാൻ ജസ്റ്റ് ഇത് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നൗ ബ്രെയിൻ സ്റ്റോമിങ്, ഇത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യും. ഒരു വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കും. ഈ കൂട്ടായിട്ടുള്ള ആലോചനയ്ക്കാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇൻ എ സിംഗിൾ വേർഡ് ഓർ എക്സ്പ്രഷൻ വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് ദാറ്റ് യു ആർ പുട്ടിങ് യുവർ ഹെഡ്സ് ടുഗെദർ. അതിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി. എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തരും. അങ്ങനെ അപ്പോൾ എന്താ ചെയ്യുക, ഒരു 4-5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ടാസ്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ ടാസ്ക് എങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആലോചിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു റോൾ പ്ലേ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ട് എഴുതാൻ പറയും. അപ്പോൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ യു പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ. 5 പേര് ആലോചിക്കുക എന്തൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു SWOT അനാലിസിസ് തന്നു, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്നുള്ള അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് എന്താണെന്ന് ഒരു ഗ്രൂപ്പ് ആലോചിക്കും, വീക്ക്നെസ് എന്താ വേറൊരു ഗ്രൂപ്പ് ആലോചിക്കും. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ വെൻ യു പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ ഇറ്റ്സ് കോൾഡ് എ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ. പക്ഷേ പരീക്ഷാ ഹാളിൽ ഇങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യാൻ പറ്റില്ല. പകരം അവിടെ നമ്മൾ തന്നെ നമുക്ക് ഈ പർട്ടിക്കുലർ ഉത്തരം എഴുതാൻ നമുക്ക് എന്തൊക്കെ അറിയാം അതിനെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെക്കും. അതിനാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ദോ ഇറ്റ് ഈസ് ജനറലി എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, the intention of brainstorming is to generate ideas. ബ്രെയിൻ ചെയ്യുമാണ് നമുക്ക് പെട്ടെന്ന് പുതിയ ഐഡിയാസ് വരിക. ഈവൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പോലും ആൾക്കാർ എന്ത് ചെയ്യും, ബ്രെയിൻ സ്റ്റോം ചെയ്യും. യു ജസ്റ്റ് പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ ആൻഡ് ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്, അത് ഫീസിബിൾ ആണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. സോ ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് എ ആക്ടിവിറ്റി, എ റെഗുലർ ആക്ടിവിറ്റി വിച്ച് വി നോർമലി ഡു ഓൾമോസ്റ്റ് എവറി ഡേ. ആൻഡ് ഇറ്റ് ഓൾസോ ഈസ് ഡൺ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കൂടിയാലോചിക്കും. നിങ്ങൾക്ക് എല്ലാ സമയത്തും അറിയാം. അപ്പം നമ്മൾ ഈ കോവിഡ് കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററും മന്ത്രിമാരും ഒരുമിച്ചിരുന്ന് ആലോചിക്കും. സെൻട്രലാകുമ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്ററും ആൾക്കാർ ഒരുമിച്ചിരുന്ന് ആലോചിക്കും. അതൊരു പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റും ആൾക്കാർ ഒരുമിച്ചിരുന്ന്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ അത് ഒരുമിച്ച് ആലോചിക്കും. എപ്പോഴും നമ്മളൊരു ത്രെറ്റ് നേരിടുമ്പോൾ യു പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ. കാരണം ഒരാൾക്കല്ലേ വേറൊരാൾക്ക് ഐഡിയ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ആൻഡ് പ്രോബ്ലം, റൈറ്റ്? ആൻഡ് നമ്പർ 3, ഇറ്റ് ഈസ് എ പ്രീ റിക്വസിറ്റ് ടെക്നിക് ഫോർ റൈറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു എസ്സേ ക്വസ്റ്റൻ എഴുതുമ്പോൾ, ഷോർട്ട് ക്വസ്റ്റൻ എഴുതുമ്പോൾ ഒന്നും അത്ര ആലോചിക്കാനില്ല. എസ്സേയും പാരഗ്രാഫും എഴുതുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് ജസ്റ്റ് ആലോചിക്കണം എന്തൊക്കെ എഴുതേണ്ടത്. അതിനാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ദോ ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് എ collective activity, group activity. In the examination hall, you do it alone. നമുക്കത് ഈ സമയത്ത് അത് അങ്ങനെ ഡിസ്കസ് ചെയ്ത് എഴുതാനുള്ളൊരു സാഹചര്യം ഇല്ല. പരീക്ഷ അത് അനുവദിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ്, ബ്രെയിൻ സ്റ്റോം അറൗണ്ട് കീ. ഇപ്പോൾ പരീക്ഷാ ഹാളിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് എനിക്ക് അറിയില്ല, പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ ഐഡിയൽ സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതണമെങ്കിൽ നിങ്ങൾക്കൊരു 3-4 പോയിന്റ് വേണം. എന്ന് വെച്ചാൽ 3-4 കീവേഡ്സ് വേണം. ഞാനതൊന്ന് ഒരു മിനിറ്റ് എടുത്തിട്ട് ഞാനതൊന്ന് വിശദീകരിക്കാം. നിങ്ങളെ ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ പഠിക്കുന്ന മെത്തേഡ് എന്താണ്? ഈ പഠിക്കുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ല കളിക്കാരനാവണേ അയാൾക്ക് നല്ല ട്രെയിനർ വേണം. അയാൾ നന്നായിട്ട് റെഗുലറായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യും വേണം.
ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് നല്ല കളിക്കാരനാവാൻ പറ്റില്ല. അതുപോലെ നല്ല കുട്ടിയാവണമെങ്കിൽ, നല്ലൊരു വിദ്യാർത്ഥി ആവണമെങ്കിൽ, പഠിക്കുന്ന വിദ്യാർത്ഥി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന രീതിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് സാധാരണ പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ടെക്സ്റ്റ് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ആ ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നു, ആ ടെക്സ്റ്റിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് നമ്മൾ ഒരു നോട്ടിൽ എഴുതി വെക്കുന്നു. അത് വളരെ ചെറുതായിരിക്കും, വളരെ ബ്രീഫ് ആയിട്ടുള്ള നോട്ടായിരിക്കും. ഒരു പക്ഷേ 5 പേജുള്ള ടെക്സ്റ്റ് നമ്മൾ ഒരു പേജിലേക്കാണ് ചുരുക്കുക. പിന്നെ നമ്മൾ എഴുതുന്നത് അതിലെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്. ഒരു ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അതിന്റെ കീ പോയിന്റ്സ് എഴുതി വെക്കും. അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഈ ടെക്സ്റ്റ് എന്നുള്ള കീവേഡ്സ് മാത്രമേ ഉണ്ടാവൂ. ഈ കീവേഡ്സിനെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യലാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഒന്നാമത്തെ ആക്ടിവിറ്റി. അതായത് ഒരു ടെക്സ്റ്റ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ട 3 or 4 കാര്യങ്ങൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് ഓർത്ത് എടുക്കലാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിലെ സ്റ്റേജ് നമ്പർ 1 എന്ന് പറയും. അത് കൃത്യമായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് എസ്സേ നന്നായിട്ട് എഴുതാൻ പറ്റും. 2, മേക്ക് എ ലിസ്റ്റ് ഓഫ് കീവേഡ്സ്. കീവേഡ്സും അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റു വാക്കുകളും എഴുതി വെക്കുക. അങ്ങനെ നമുക്കൊരു പാരഗ്രാഫ്, ഇന്നലെ ഞാൻ പാരഗ്രാഫിന്റെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് മെഞ്ഞാന്ന് പറഞ്ഞിരുന്നു, ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന. ഈ ഒരു ഐഡിയ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഈ ഐഡിയയുടെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കണം എന്ന് അറിയണം. അങ്ങനെ അത് ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ഇതൊരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് സബ് ഡിവൈഡ് യുവർ ടോപ്പിക്സ് ഇൻ ടു മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതണമെങ്കിൽ, ഒരു എസ്സേ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എത്ര പാരഗ്രാഫ് എഴുതാൻ തീരുമാനിക്കും. ആ പാരഗ്രാഫിന്റെ മെയിൻ പോയിന്റ് എഴുതും. അടുത്തതായിട്ട് ഈ പാരഗ്രാഫിന്റെ മെയിൻ പോയിന്റുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിന്റെ സബ് പോയിന്റ്സ് എഴുതും. ഇതൊക്കെ മനസ്സിൽ കുറിക്കുന്ന ആൾക്കാരുണ്ട്, പേപ്പറിൽ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേൽ ചെയ്യാം. എസ്സേക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യണ്ടൂ, വേറെ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ 4 മെയിൻ പോയിന്റ് എഴുതുന്നു. ഈ 4 മെയിൻ പോയിന്റിന്റെ ഓരോന്നിന്റെ ഒരു 2 or 3 സബ് ടോപ്പിക് എഴുതുന്നു. അപ്പോൾ നമ്മളെ പ്രീ റൈറ്റിംഗ് എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ റൈറ്റിംഗിലേക്ക് വരികയാണ് വേണ്ടത്. ഇനി ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. ഇത് കൂടുതലായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയ്ക്ക് എഴുതുന്ന എസ്സേ അല്ല, പേപ്പറും അസൈൻമെന്റും ആണ്. എന്നാലും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ചൊക്കെ ഇത് ബാധിക്കും. കാരണം പരീക്ഷയ്ക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ എഴുതി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു പേപ്പർ എഴുതുകയാണെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലം, ഏത് പാരഗ്രാഫ് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ട് മാറ്റാം. ഒരു പാരഗ്രാഫ് കട്ട് ചെയ്യാം, ഒരു വേർഡ് കട്ട് ചെയ്യാം, ഒരു സെന്റൻസ് കട്ട് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ എഴുതി തുടങ്ങിയാൽ പിന്നെ അത് വെട്ടാൻ മാത്രമേ മാർഗമുള്ളൂ. വേണമെങ്കിൽ വെട്ടിക്കളയാം നമുക്ക്, അല്ലാതെ നമുക്കത് തിരുത്താൻ പറ്റില്ല സാധാരണഗതിയിൽ. സോ ദിസ് ഇസ് മോർ അപ്ലിക്കബിൾ ടു യുവർ റൈറ്റിംഗ് തീസിസ് ആൻഡ് അസൈൻമെന്റ്. വെൽ പ്രിപ്പയർഡ് ഔട്ട്ലൈൻ, ലോജിക്കൽ ഓർഡറിങ്. സാധാരണ ഞങ്ങളൊക്കെ ഒരു പേപ്പർ എഴുതുമ്പോൾ ഒരു പേപ്പർ എഴുതി കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ പാരഗ്രാഫ് ഇവിടെ വേണ്ട, അപ്പോൾ അത് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് ഇവിടെ ഇല്ല, കുറച്ചുകൂടി നല്ലത് ഒരു 3 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ചേർക്കുന്നതാണ്, അപ്പോൾ ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്ത് അപ്പുറത്ത് വേസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സാധനത്തിനെ ഓർഗനൈസ് ചെയ്യുക. കാരണം ഈ പേപ്പറും പരീക്ഷാ പേപ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു പേപ്പർ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും. നേരെ വെച്ച് പരീക്ഷാ ഹാളിൽ തുടങ്ങിയാൽ നിങ്ങൾ ആ പർട്ടിക്കുലർ ടൈമിൽ തീർക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പരീക്ഷ ഒരു അറിവ് അളക്കാനുള്ള നല്ല ഒരു ഉപകരണമാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടി ആ പർട്ടിക്കുലർ സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പറ്റൂ. ഒരു പേപ്പർ വെച്ചിട്ട് ഒരാളെ നമുക്ക് അളക്കാൻ പറ്റും, കാരണം ആ പേപ്പർ അയാൾ സമയം എടുത്തിട്ട് എഴുതുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റിംഗ് എ പേപ്പർ ആൻഡ് റൈറ്റിംഗ് എ എക്സാമിനേഷൻ. ആൻഡ് കീപ് ദ തീസിസ് സ്റ്റേറ്റ്മെന്റ് റെഡി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ പേപ്പറിൽ, ഈ എസ്സേയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് എഴുതുന്നതാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒന്നുകൂടി ഇപ്പോൾ എടുക്കും, അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ അല്ലെ ഇൻട്രൊഡക്ഷന്റെ അവസാനമാണ് എഴുതുക നോർമലി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റേ സൈഡിൽ എഴുതിയാൽ കുഴപ്പമുണ്ടോ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നോർമലി ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പാരഗ്രാഫ് വിച്ച് യു കോൾ ഇൻട്രൊഡക്ഷൻ. ദെൻ ഡെഫിനറ്റ്ലി കളക്ട് റിസോഴ്സസ്, ഡിസൈഡ് സബ് ടോപ്പിക്സ്. നമ്മളൊരു പേപ്പർ എഴുതാൻ തീരുമാനിച്ചാൽ ആദ്യം തന്നെ, ഇപ്പം നമ്മൾ സാധനം വാങ്ങാൻ പോവുകയാണ് ടൗണിലേക്ക്, പ്രൊവിഷൻസ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഇതാണ് ഇവിടെ ഡിസൈഡ് സബ് ടോപ്പിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ തീരുമാനിക്കും. അതിനു വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കും, പിന്നെ ഏകദേശം എത്ര പൈസ വേണ്ടി വെച്ചാൽ ആ പൈസ കയ്യിൽ വെക്കും. ഇതിനെയാണ് നമ്മൾ കളക്ട് റിസോഴ്സസ് എന്നും ഡിസൈഡ് ടോപ്പിക് എന്നും പറയുന്നത്. ആദ്യം നമ്മൾ റിസോഴ്സ് കളക്ട് ചെയ്യും, എന്തൊക്കെയാ വേണ്ടത് പേപ്പറിലേക്ക്. 2, അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആവാം, സെക്കൻഡറി മെറ്റീരിയൽ ആവാം, വേറെ ആരെങ്കിലും എഴുതിയ കാര്യങ്ങളാവാം, എന്ത് വേണേ ആവാം. എന്നിട്ട് ഇതിൽ എന്തൊക്കെ നമ്മളെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തണം തീരുമാനിക്കും.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. അതിൽ എന്തൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു പരീക്ഷാ ഹാളിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഡിലീഷൻ ആണ്, എഡീഷൻ അല്ല. നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിനെ പറ്റി 10 കാര്യങ്ങൾ അറിയണ്ടാവും. പക്ഷെ അതിൽ 4 എണ്ണേ നമ്മൾ ഇവിടെ എഴുതുന്നുള്ളൂ. ഏത് 4 എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അതാണ് നിങ്ങൾ എസ്സേനെ വ്യത്യാസമാക്കുന്നത്. ഈ മർമ്മം അറിഞ്ഞടിക്കും പോലെയുള്ള ഒരു പരിപാടിയാണ്. മർമ്മം അറിയുന്ന ആൾക്കാർക്ക് എങ്ങനെ വേണേ ഏത് മർമ്മത്തിൽ വേണേ അടിക്കാം. പക്ഷെ അത് ഏത് സ്ഥലത്ത് അടിക്കണം എന്നും ഇയാൾ തീരുമാനിക്കണം. അത് എതിരാളിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം. അതുപോലെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത്, ഏത് 4 എണ്ണം സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം. അതനുസരിച്ചാണ് നിങ്ങളുടെ മാർക്സും അതനുസരിച്ചാണ് നിങ്ങളുടെ പെർഫോമൻസും വരാൻ പോകുന്നത്. നൗ ബാക്ക്ഗ്രൗണ്ട് എയിംസ് ആൻഡ് തീസിസ് സ്റ്റേറ്റ്മെന്റ്. തീസിസ് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയും പിന്നീട്. പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3. ഇത് ഓരോ പാരഗ്രാഫാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി 3 പോയിന്റുകൾ ബോഡി ആയിട്ട് എഴുതി, അല്ലെങ്കിൽ 4 എണ്ണം ആവാം, ചിലപ്പോൾ 5 എണ്ണം വരെ എഴുതാം. പിന്നെ കൺക്ലൂഷൻ. ഇതാണ് ഇതിന്റെ ഫോമാറ്റ്. ഒന്നാമത്തെ ഭാഗത്ത് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഓരോ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ പോയിന്റിന് സബ് പോയിന്റ്സ് ഉണ്ടാവും. ആ സബ് പോയിന്റ്സ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. പോയിന്റ് നമ്പർ 1 പ്രധാനപ്പെട്ട പോയിന്റ് അതിന്റെ സബ് ടോപ്പിക് ഡിസ്കസ് ചെയ്യും. പോയിന്റ് നമ്പർ 2 അതേപോലെ തന്നെ മെയിൻ പോയിന്റ് സബ് പോയിന്റ് ഡിസ്കസ് ചെയ്യും. പോയിന്റ് നമ്പർ 3 മെയിൻ പോയിന്റ് സബ് പോയിന്റ് ഡിസ്കസ് ചെയ്യും. ആൻഡ് യു ഹാവ് എ നാച്ചുറൽ കൺക്ലൂഷൻ. കൺക്ലൂഷൻ എങ്ങനെ എഴുതാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി പാരഗ്രാഫ് എഴുതുക എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ യു അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഡിസൈൻ an introduction, body paragraphs, and a conclusion. Now, writing a thesis statement. സൈഡിലുള്ള ചിത്രം നോക്കുക. ഇൻവേർട്ടഡ് പിരമിഡ് എന്നാണ് നമ്മൾ അതിന് പറയുക. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും മുകളിൽ വരും, പിന്നെ അത് അത്ര പ്രാധാന്യം കുറഞ്ഞത്, പിന്നെ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞത്. ഇത് സാധാരണ ജേർണലിസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അവിടെ ഒരു ന്യൂസ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ന്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ന്യൂസ് വാല്യുള്ള കാര്യം ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിന്റെ വിശദീകരണമായിരിക്കും. പിന്നെ താഴോട്ട് പോകുമ്പോൾ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത കുറേ ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ, നിങ്ങൾ പേപ്പർ വായിക്കുമെന്ന് എനിക്കറിയില്ല, വായിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ന്യൂസ് കണ്ടാൽ നമ്മൾ ഫുള്ള് വായിക്കില്ല. പല ആൾക്കാരും ആദ്യത്തെ പാരഗ്രാഫോട് ന്യൂസ് വായിച്ച് അവസാനിപ്പിക്കും. കാരണം അതോടുകൂടി നമുക്ക് മെയിൻ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത്ര താല്പര്യം നിങ്ങൾക്ക് ആ ന്യൂസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന്റെ ബാക്കി വായിച്ചു നോക്കൂ. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളിലാണ്, ഇൻവേർട്ടഡ് പിരമിഡിലാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഈ എസ്എ ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ഫോക്കസ്, ക്ലാരിറ്റി ആൻഡ് ലോജിക്കൽ ഓർഡർ. ഈ പരീക്ഷാ ഹാളിൽ ഇത് ബാധകമാണ് ഞാൻ പറയില്ല. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ലോജിക്കൽ ഓർഡർ ഒന്നും കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പരീക്ഷ എഴുതി വരുമ്പോൾ നിങ്ങൾ പറയൂ, ഒരു എസ്സേ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, മറ്റേ അത്ര നന്നായില്ല. നന്നായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ലോജിക്കലി കറക്റ്റ് അല്ല, അത് അതിന്റെ ഓർഡർ ശരിയായിട്ടില്ല, അത് അത്ര ക്ലിയർ ആയിട്ടില്ല. ഇതൊക്കെയാണ് അതിന്റെ കാരണം. അപ്പോൾ ഒരു എസ്സേ നന്നാവാത്തതിന്റെ കാരണം അത് പ്രോപ്പറായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുന്ന എസ്സേയെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിന് ഫോക്കസ് ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും, ലോജിക്കലി അത് ഓർഡർ ഉണ്ടാവും. അതിനെ കൊഹിയറൻസ് എന്ന് പറയുന്ന പോലെ അത് കൊഹിയറന്റ് ആയിരിക്കും, ഒന്ന് മറ്റൊന്നിനോട് കൃത്യമായിട്ട് ചേർന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. തീസിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ബാക്ക് ബോൺ. കാരണം തീസിസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റേതൊക്കെ. എന്ന് വെച്ചാൽ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മുത്ത് മാലയിൽ നടുക്ക് പോകുന്ന നൂലാണ്. ഈ നൂലില്ലെങ്കിൽ ഈ മുത്തുകളൊക്കെ ചെതറിപ്പോകും. അതുപോലെയാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ്. അത് എല്ലാത്തിനെയും ലിങ്ക് ചെയ്തിട്ട് പോകും. ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ വ്യത്യസ്തമായിട്ട് നമ്മൾ എഴുതുന്ന പോയിന്റ്സിനെ ലിങ്ക് ആയിട്ട് നടുക്ക് നിൽക്കുന്നത്, അതിനെ സെന്റർ ആയിട്ട് നിൽക്കുകയും അതിനെ നടുക്കൂടി പോകുന്ന നൂലായിട്ട് നിൽക്കുന്നത് ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓഫ് ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് വേറൊരു വാക്ക് ആർഗ്യുമെന്റ് ആണ്. ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓഫ് യുവർ പേപ്പർ. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ഓപ്പണിംഗ് പാരഗ്രാഫ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് അത് എഴുതുക. അത് ഒന്നാമത്തെ പാരഗ്രാഫിലാണ് ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് എഴുതുക. അവസാന ഭാഗത്തേക്കാണ് സാധാരണ എഴുതാറ്. ഡിഫറെന്റ് ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ എസ്സേ. അത് ഈ എഴുതുന്ന രീതി, ഒരു എസ്സേ 2 എസ്സേ നിങ്ങൾ എഴുതുന്നത് രണ്ട് രീതിയിലേക്ക് എഴുതുന്നത്. എസ്സേയുടെ സ്വഭാവം അനുസരിച്ച് ആർഗ്യുമെന്റേറ്റീവ് ആണെങ്കിൽ അതിന് ഒരു രീതി, എക്സ്പ്ലനേറ്ററി ആണെങ്കിൽ അതിന് ഒരു രീതി, ക്രിട്ടിക്കൽ ആണെങ്കിൽ അതിന് വേറെ രീതി. ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതികളുണ്ടാവും. അതായത് നമുക്ക് എഴുതുന്ന എസ്സേ അനുസരിച്ചാണ് അതിന്റെ ലാംഗ്വേജും അതിന്റെ പോയിന്റിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എഴുതാൻ. ഇത് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറും റിസർച്ച് പേപ്പറും ഒക്കെ എഴുതുമാണ് ബാധകം. പരീക്ഷ ഹാളിൽ നമ്മൾ ഏകദേശം ഒരേപോലെ തന്നെയൊക്കെ എഴുതുന്നത്. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ടീച്ചേഴ്സിന് അറിയാം നിങ്ങൾ ആകെ 3 മണിക്കൂർ കൊണ്ട് എഴുതുന്നത്, പെട്ടെന്ന് എഴുതി വരുന്ന സാധനമാണ്. അതൊരു ഇത്ര വ്യത്യാസമൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഞാൻ പറയുന്ന തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. തീസിസ് സ്റ്റേറ്റ്മെന്റ് വളരെ ചെറുതായിരിക്കണം,
നോർമലി 1-2 സെന്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് വളരെ ക്ലിയർ ആയിരിക്കണം. അതിലേക്ക് ഞാൻ പിന്നീട് വിശദമായിട്ട് അടുത്ത സ്ലൈഡിൽ വരാം. അത് പ്രിസൈസ് ആയിരിക്കണം. അത് പറയുമ്പോൾ നമ്മൾ കൃത്യത കൂടി വളരെ പ്രിസിഷനോട് കൂടിയിട്ട് പറയണം. ഇതിന് പ്രത്യേകിച്ച് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുകളൊന്നുമില്ല. എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറയുന്നത് സജഷൻ മാത്രമാണ്. ഇങ്ങനെയേ എഴുതാൻ പാടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിൽ പേജ് നമ്പർ 33 എഴുതിയത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ പേജിലാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. Then, a thesis statement reveals the standpoint of the writer. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് ഈ എസ്സേയിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് ഈ പേപ്പറിൽ പറയാൻ പോകുന്നത്, ഇതാണ് തീസിസ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇറ്റ് നീഡ്സ് ടു ബി എക്സ്പ്രസീവ് ദ ടോൺ ആൻഡ് പേർപ്പസ് ഓഫ് ദ എസ്സേ. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ എസ്സേ ഏത് ടോണിൽ എഴുതണം, ഈ എസ്സേയുടെ പേർപ്പസ് എങ്ങനെയാണ്, ഇതൊക്കെ കാണിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ആരെങ്കിലും വിമർശിക്കാനാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ടോൺ വിമർശനമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ എഴുതുന്നെങ്കിൽ അതിൻ്റെ ടോൺ അപ്രീസിയേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ലെവലിലും നിങ്ങൾ ടോൺ മാറ്റിക്കൊണ്ടാണ് ഒരു പേപ്പർ ഡിസൈൻ ചെയ്യുക. അതിൻ്റെ കണ്ടന്റ് അനുസരിച്ചാണ് അത് അതിൻ്റെ ടോൺ വരിക. നിങ്ങൾ സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കുന്നതിൻ്റെ ടോൺ വേറെ ആയിരിക്കും, ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുന്ന ടോൺ വേറെ ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് നാച്ചുറലായിട്ട് വന്നോളൂ നിങ്ങൾക്ക്. അതുപോലെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതി വന്ന് ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, എഴുതി നന്നായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ നാച്ചുറലായിട്ട് എഴുതാൻ പറ്റും. Then conceive the thesis at a pre-writing stage. Pre-writing സ്റ്റേജിൽ നമ്മൾ ഐഡിയാസ് ഒക്കെ ആലോചിക്കും. ആക്ച്വലി pre-writing സ്റ്റേജിലാണ് നിങ്ങൾ എന്താ എഴുതണം എന്ന് തീരുമാനിക്കുന്നത്. നേരത്തെ നമ്മൾ തീരുമാനിക്കും എന്താ എഴുതാൻ പോകുന്നത്. അത് തീരുമാനിക്കുന്നത് pre-writing സ്റ്റേജിലാണ്. എഴുത്ത് മാത്രമാണ് റൈറ്റിംഗ് സ്റ്റേജിൽ നടക്കുന്നത്. മോഡിഫൈ ദ തീസിസ് ആസ് ദ റൈറ്റിംഗ് അഡ്വാൻസസ്. കാരണം നമ്മൾ എഴുതി വരുമ്പോൾ, പേപ്പറൊക്കെ എഴുതുമ്പോൾ പ്രത്യേകിച്ച് പേപ്പർ എഴുതി വരുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് എന്താ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് തമാശയായിട്ട് ഞാൻ പറയുന്നെങ്കിലും സത്യമാണ്. ഒരു എസ്സേ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ വലിയ ഐഡിയ ഉണ്ടാവില്ല എന്താ എഴുതാൻ പോകുന്നത്. അവസാനം എന്തൊക്കെയൊക്കെ എഴുതി അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ പറയുമോ ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല പരീക്ഷ ഹാളിൽ എസ്സേ എഴുതുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ തീസിസോ അല്ലെ പേപ്പറോ അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം അതിനൊരു പാറ്റേൺ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ എഴുതി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി അതിനെ മാറ്റി എഴുതി അങ്ങനെ ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു റിസർച്ച് സ്കോളർ എനിക്കൊരു പേപ്പർ അയച്ചു തന്നാൽ ഞാൻ ആ കുട്ടിക്ക് തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്തണം എന്നാണ് പറയുക. അതിപ്പോൾ ഞാൻ ഇങ്കൊക്കെ മാറ്റിയിട്ട് അയച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ ആ കുട്ടി ബ്ലാക്കിലായിരിക്കും എനിക്ക് ഫുൾ അയച്ചു തന്നത്, ഞാനത് കളർ ബ്ലൂവോ ഗ്രീനോ റെഡോ ഒക്കെ ആയിട്ട് ഇന്ന മാറ്റങ്ങൾ അതിൽ വരുത്തണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ അതിനെ ആ കുട്ടി എഴുതിയ തീസിസ് സ്റ്റേറ്റ്മെന്റിനെ അല്ലെ പേപ്പറിനെ ഞാനൊരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു മെച്ചപ്പെട്ട പേപ്പറായിട്ട് എടുക്കുകയാണ്. ഇതാണ് ചെയ്യുന്നത്. സാധാരണ എസ്സേ എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തരും. നിങ്ങളൊരു എസ്സേ എഴുതി കൊടുത്താൽ നിങ്ങൾ ടീച്ചർ അതിൽ കുറേ കറക്ഷൻസ് വരുത്തിയിട്ട് തരും, അല്ലെങ്കിൽ കറക്ഷൻ സജസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാ വെച്ചാൽ ചില സാധനങ്ങൾ ചില സ്ഥലത്ത് ചേരില്ല. അപ്പോൾ ഒരു മിസ്മാച്ചിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് മാറ്റണം എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഇയർ എത്തുമ്പോൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവോയ്ഡ് ബിക്കമിങ് ഡോഗ്മാറ്റിക്കൽ കാറ്റഗോറിക്കൽ. ഡോഗ്മാറ്റിക് ആവുക വെച്ചാൽ നമ്മളൊരു മുന്നേ ഒരു മുൻവിധിയോട് കൂടിയിട്ട് സമീപിക്കുന്ന ഒരു രീതി. കാറ്റഗോറിക്കൽ ആവുക, അതായത് ഞാൻ പറയാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഒരു വിവരമില്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വിവരം അളക്കാനുള്ള എന്തെങ്കിലും മെഷീനൊന്നും എൻ്റെ കയ്യിലില്ല. അത് കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെ പറയാണ് ഈ കോളേജിലെ ഇന്ന കുട്ടികൾക്ക്, അതായത് BSc കുട്ടികൾക്ക് അല്ലെ BA കുട്ടികൾക്ക് ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കാറ്റഗോറിക്കൽ എന്ന് പറയുന്നത്. അത് ഡോഗ്മാറ്റിക് കൂടിയാണ് എന്ന് വേണേൽ പറയാം. നോട്ട് എ മിയർ അനൗൺസ്മെന്റ് ഓഫ് എ ബ്രോഡ് ഏരിയ ഓഫ് സ്റ്റഡി. ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു. അതൊരു സ്റ്റേറ്റ്മെന്റ് ആവാൻ പാടില്ല. ഇപ്പൊ ഞാൻ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, ദിസ് പേപ്പർ ഡീൽസ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ദ എക്സാമിനേഷൻ. കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എക്സാമിനേഷനിൽ. അപ്പൊ എന്റെ പേപ്പർ ഏരിയ ഫിക്സ് ചെയ്താൽ പോരാ, എന്റെ പേപ്പർ കൃത്യമായിട്ട് പറയണം. അതായത് ദിസ് പേപ്പർ ഡീൽസ് വിത്ത് ദ റൈറ്റിംഗ് ഇഷ്യൂസ് സ്റ്റുഡൻസ് ഫേസ് ഇൻ ദ എക്സാമിനേഷൻ. അപ്പൊ എന്റെ പേപ്പർ റെഡിയായി. കാരണം കുട്ടികൾ പരീക്ഷാ ഹാളിൽ എഴുതാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ പഠിക്കുന്നത്, അല്ലാണ്ട് വെറുതെ കുട്ടികളെ പ്രശ്നങ്ങൾ പഠിക്കുന്നില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പോൾ എഴുതിയത്. അത് നല്ല ഉദാഹരണമല്ല, അതുകൊണ്ടാണ് ഇൻവേർട്ടർ കോമയിലിട്ടത്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് എക്സാമ്പിൾ. പക്ഷെ അതിനെ കുറച്ചുകൂടി പിൻ പോയിന്റ് ചെയ്ത് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് കുറെ കൂടി നല്ല എക്സാമ്പിൾ ആയി മാറും. യു ഹാവ് ദിസ് കൈൻഡ് ഓഫ് എൻ എക്സ്പ്ലനേഷൻ പേജ് 34-35. ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്ത ലോഗോ ശ്രദ്ധിക്കുക. അത് വളരെ ക്രിസ്പായിട്ട് നിങ്ങളോട് എന്താണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഒരു സെന്റൻസ് 2 സെന്റൻസ് മാത്രം വലുപ്പമുള്ള ചെറിയത്, ക്ലിയർലി ആൻഡ്
ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു സ്ലൈഡിന്റെ ആ ഭാഗത്ത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്താണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഒരു നല്ല തീസിസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല തീസിസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ തീസിസ് അടിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അടിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എഫക്റ്റീവ് തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1-2 സെന്റൻസ് മാത്രമേ ഉണ്ടാവൂ. 2, അത് ഫാക്ച്വൽ അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ് ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് പറ്റൂല. അതുപോലെ തന്നെ ഒരു ഫാക്ട്, എല്ലാവർക്കും അറിയുന്ന ഫാക്ട്, എക്സാമ്പിൾ ഞാൻ ഇപ്പുറത്ത് എഴുതുന്നത് സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ, എല്ലാവർക്കും അറിയുന്ന. അപ്പോൾ നിങ്ങൾ എഴുതാണ് ദ പേർപ്പസ് ഓഫ് മൈ പേപ്പർ ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിങ് സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ. അങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം. അതായത് മൈ പേപ്പർ ഇന്റൻസ് ടു ഇല്ലസ്ട്രേറ്റ് ദാറ്റ് ഹൗ ഗുഡ്ക അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ലീഡ്സ് ടു, ഓർ സ്മോക്കിംഗ് ആണെങ്കിൽ തന്നെ സ്മോക്കിങ്ങിന്റെ ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് അത് ലീഡ്സ് ടു ലങ് ക്യാൻസർ. കാരണം സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന് നമുക്ക് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. പകരം അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് മാത്രമേ നമുക്ക് തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെക്കാൻ പറ്റൂ. അപ്പോൾ 2 സെന്റൻസ് നീളമുള്ളതായിരിക്കണം. അതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റോ ഒരു ജനറലൈസേഷനോ ഒന്നും ആവാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ഒരു എസ്സേയുടെ ബാക്ക് ബോൺ ആണ്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റണം. ഇത് പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ ഉറപ്പില്ല. അത് എഴുതിയിട്ടില്ലെങ്കിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പേപ്പറോ റിസർച്ച് പ്രപ്പോസലോ വയ്ക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പറയേണ്ടതാണ്. സോ ആസ് ഫാർ ദ ക്വസ്റ്റ്യൻസ് ആർ കൺസേൺഡ്, വാട്ട് ഈസ് എ പ്രീ റൈറ്റിംഗ്, വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ്, വാട്ട് ഈസ് തീസിസ് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം അഡീഷണൽ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. തീസിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ റൈറ്റർ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് എൻ ഐഡിയൽ തീസിസ് സ്റ്റേറ്റ്മെന്റ് അവസാനം പറഞ്ഞതാണ്. 2 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്റ്റേറ്റ്മെന്റ്, 2 ക്വാളിറ്റീസ് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ക്വാളിഫൈ ടു ബി എ ഗുഡ് തീസിസ് സ്റ്റേറ്റ്മെന്റ്, നോ. തീസിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എൻ അനൗൺസ്മെന്റ് ഓഫ് ബ്രോഡ് ഏരിയ ഓഫ് സ്റ്റഡി, നോ. അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അങ്ങനെ കുറച്ച് എസ് ഓർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. ഇതിൽ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണെന്നും പ്രീ റൈറ്റിംഗ് എന്താണെന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. സോ I think yeah, that comes to the end of our presentation. Thank you. Your questions are welcome. Prem, are you there? Yes, Prashant, your PowerPoint presentations are becoming much better now, in the sense that you're incorporating a lot of templates. Very nice, very excellent. Yeah. Of course, understanding this is a little bit difficult, but at the same time, I'm sure it's clear for the student. Yeah, it's actually meant for the future, yes, rather than the present, immediate present. True. Okay. Now the floor is open for the students to ask questions. Oh, Sangeeta, she wants to. Yeah. She can add. Yes, Sangeeta. Hello, Prashant sir and Subin. Both of your classes were too informative, not only for students but also for us teachers. കാരണം നമ്മളോടൊന്നും ഇതൊന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എങ്ങനെ ഒരു CV എഴുതണം അല്ലെങ്കിൽ എസ്സേ എങ്ങനെയൊക്കെ, അതിന്റെ ഇത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനൊരു ആസ്പെക്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ യാന്ത്രികമായി ക്ലാസ് പഠിക്കുമ്പോൾ പോലും നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വണ്ടർഫുൾ, ബോത്ത് ഓഫ് യു, സുബിൻ ആൻഡ്. താങ്ക് യു. Thank you, ma'am. Thank you. Saigita. Hello, sir. Yeah, Sai, welcome. Again, sir, very good class, sir. Yeah, thank you. Yeah, it's a complex chapter. You made it very simple, sir. And for students, they have this general essay. Exam, they have to write a general essay. So I think it will be better if they start practicing with the tips you have given now. Yeah. And Subin? Ma'am, Paranolu. You hear? Excellent, yes, excellent. Of course, that is your forte. Yes, you have done really well. Thank you. Thank you. നന്നായി ചെയ്തു സുബിൻ. ആൻഡ് സർ പ്രശാന്ത് സർ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസ് CV ഇപ്പൊ മാത്രല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് മാത്രല്ല, ലേറ്റർ ഓൺ നല്ലോണം ആവശ്യം വരും. അപ്പം ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് നന്നായിരിക്കും. Saigita, actually your CV is your passport. Yes, sir. Yes, actually, sir. Yes. And thank you to both of you. Yeah, you're welcome. Thank you, ma'am.
ടീച്ചേഴ്സ് ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞങ്ങൾക്ക് അറിയില്ല ടീച്ചേഴ്സ് ആരെ ഉണ്ടോ എന്നുള്ളത്. പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. കുട്ടികൾക്കും റേസ് ചെയ്യാം. യു ക്യാൻ ഓൾസോ റേസ് യുവർ ഹാൻഡ്സ്. നൗ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. Krishna. Krishna, speak. Sir, ഈ CV ഇല്ലേ, അതില് എക്സാമിന് കവർ ലെറ്ററും CV കൊണ്ട് ഒരുമിച്ച് വരുമോ? ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം നോക്കണം. കവർ ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ മാത്രമേ അത് എഴുതണ്ടൂ. അത് എഴുതാൻ പറഞ്ഞിട്ടില്ല, CV മാത്രമേ ചോദിച്ചുള്ളൂ, CV മാത്രമേ എഴുതാം. ഓക്കെ സർ. നിസ്ഹാത്ത്. പറഞ്ഞോളൂ നിസ്ഹാത്ത്. Sir, could you please once again explain me the background aims of thesis, that introduction point 1, point 2, and point 3 said, introduction, body, paragraph. Once again, could you please explain? The body, actually, the background is actually പരീക്ഷ ഹാൾ രണ്ട് കുറച്ചൊരു വ്യത്യാസമുണ്ട്. പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് യു ഹാർഡ്ലി ഗെറ്റ് 1 minute മാക്സിമം അതിന്റെ പ്ലാൻ ചെയ്യാൻ വേണ്ടി അത്രയും സമയം കിട്ടും. തീസിസ് അങ്ങനെയല്ല, നമ്മൾ കുറെ ദിവസങ്ങൾ എടുക്കും ബിഫോർ യു ഫൈനലൈസ് തിങ്സ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. അതായത് എക്സാമിനേഷൻ എഴുതുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ്, തീസിസിലും വ്യത്യാസമാണ്. കാരണം എക്സാമിനേഷൻ എഴുതുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൈഡോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ കംപ്ലീറ്റ് ആണ്, നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ തീസിസ് എഴുതുമ്പോൾ അങ്ങനെയല്ല, ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ എന്ന് നമുക്ക് അറിയില്ല, നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദ ഇൻഫർമേഷൻ യു ഹാവ് ബിഫോർ റൈറ്റിംഗ് ദ എസ്സേ, അതിനാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കും, ഇതാണ് അതിന്റെ 2ാമത്തെ ഫേസ്. ഒരു കറിയൊക്കെ ഉണ്ടാകും പോലെ തന്നെ, നിങ്ങൾ കറി ഉണ്ടാകുമ്പോൾ എന്താ ആദ്യം ചെയ്യുക, പരിപ്പ് ഉപയോഗിക്കും, പിന്നെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കും, അതൊക്കെ ഒരു പ്രത്യേക പോർഷനിലിടും. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു വയ്ക്കുക, നിങ്ങൾ പരിപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ആദ്യം തന്നെ പച്ചക്കറി ഉപയോഗിച്ചിട്ട് പിന്നെ പരിപ്പ് പച്ചക്ക് ഇടുക ചോദിച്ചാൽ കറി ഉണ്ടാവില്ല. അതുപോലെ യു ഹാവ് ടു പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിനു ശേഷം ഇതിനെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യും. അതിനുശേഷം അത് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യും. അപ്പൊ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാവും. Thank you very much. നെക്സ്റ്റ് ഹാൻഡ്. ചോദ്യങ്ങൾ ഞാൻ ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ പറയാട്ടോ. ദർ ഇസ് നത്തിങ്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ്. മനസ്സിലായില്ലേ, യു ആർ വെരി ഫ്രീ ടു കോൺട്രഡിക്ട് ആൻഡ് ഓൾസോ ആസ്ക് ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻ. നെക്സ്റ്റ്. ഇനി ആരുമില്ലേ? നമ്മളെ ക്ലാസ് വലിയ സംഭവമായിട്ട് മാറുകയാണ്. 130 ആക്കി യാതൊരു സംശയമില്ല. അത് വലിയ കാര്യമാണ് സർ. ഓക്കെ, പ്രേം, യു ആർ മ്യൂട്ടഡ്. ഇറ്റ്സ് ഓക്കെ. ഇനി കുട്ടികൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാം. നിങ്ങളെ ശബ്ദം എല്ലാവർക്കും കേൾക്കാലോ. നിങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളുടെ എനർജി. Yes. Any other question? No hands being raised. നമ്മളിപ്പോ സുബിൻ ടീച്ചർമാരെയാണോ പഠിപ്പിക്കുന്നത് കുട്ടികളാണോ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. ടീച്ചർമാരാണ് പറയുന്നത് നമ്മൾ വലിയ അറിവുകളാണെന്നൊക്കെ. കുട്ടികള്. പ്രേം, can you unmute yourself? പ്രേം സർ നെറ്റ് പോയതാന്ന് തോന്നുന്നു. പ്രേം സാറിന്റെ I think so. സോ ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇനി ആർക്കും ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വിൽ ജസ്റ്റ് സീ വാട്ട് പ്രേമാനന്ദ് ഈസ് ഡൂയിങ്. വി വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ 1 or 2 minutes and then perhaps wind it up. പ്രേം, can you hear? കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്നെ സംശയം ചോദിക്കാണ്ട് ചോദിക്കാൻ ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുന്നുണ്ട്. റെഡിയാണ്. നമ്മൾ ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാണ്. കൈകൾ ഉയർത്തിക്കോളൂ, സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. വിഷ്ണുപ്രിയ ഹാസ് റേസ്ഡ് ദ ഹാൻഡ്. വിഷ്ണുപ്രിയ പറഞ്ഞോളൂ.
സാർ ഈ CV എഴുതുമ്പോ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലേ നമ്മളെ കരിയർ ഒരു ജോലിയൊന്നും ഇല്ലാതെ അത് അങ്ങനെ കാണിക്കരുത് എന്നല്ല സാറേ. പക്ഷെ ഡു ആൻഡ് ഡോൺസില് അങ്ങനെ പറയണം, സത്യസന്ധമായിട്ട് പറയണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കൂല. എല്ലാ സത്യവും പറയേണ്ട വിഷ്ണു പ്രിയ. നമ്മൾ നുണ പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ സത്യവും പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ഡു നോട്ട് ലൈനേ പറഞ്ഞിട്ടുള്ളൂ, ടെൽ ഓൾ ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ സത്യവും പറയണ്ട. ചിലതൊക്കെ നമ്മൾ, കാരണം എന്താ അറിയോ, ഈ വിഷ്ണുപ്രിയ ഇപ്പൊ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതൊന്നും മാർക്കിന്റെ സംബന്ധിച്ചോളം വിഷയമല്ല. നിങ്ങളിപ്പോ 2 കൊല്ലം ഗ്യാപ്പ് ഇട്ട് CV എഴുതിയിട്ട് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. പക്ഷെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നത് വളരെ മോശമാണ്. കാരണം അവർ എപ്പോഴും ആലോചിക്കാൻ നിങ്ങൾ മടിയനാണ്. ഒറിജിനൽ എഴുതും, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ഇട്ടാലൊന്നും വലിയ പ്രശ്നമല്ല. ബട്ട് ഇൻ ഒറിജിനൽ സബ്മിറ്റിംഗ് CV യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം CV ആണ് സംസാരിക്കുക. നിങ്ങളെ മുഖം കാണുന്നതിന് മുമ്പേ, നിങ്ങളെ വ്യക്തിയെ കാണുന്നതിന് മുമ്പ് നമ്മളെ കയ്യിലെത്തുക നിങ്ങളെ റൈറ്റപ്പ് ആണ്. ഈ മാട്രിമോണിയൽ കണ്ട് കല്യാണം കഴിച്ച് കുടുങ്ങിയ ആൾക്കാരുമാരി പോകും. മാട്രിമോണിയൽ പരസ്യം കണ്ടിട്ട് ആൾക്കാർ കല്യാണം കഴിക്കും, പിന്നെ മനസ്സിലാവുന്നത് അതുപോലെ അല്ലാന്ന്. അതുപോലെയാണ് CV. ഇപ്പൊ CV ആകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ മിസ്ഗൈഡഡ് ആയി പോകും. CV എപ്പോഴും നല്ല കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ല, അപ്പൊ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതെല്ലാം വെക്കുമ്പോ ഇയർ വെക്കും. അല്ല, എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് 1 കൊല്ലം ബ്രേക്ക് എടുത്തു എന്നുള്ളത് വലിയ വിഷയമല്ല. കാരണം നിങ്ങൾ പല കാരണത്താലും ബ്രേക്ക് എടുക്കും. കാരണം ചില ആൾക്കാർ ചില ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ആൾക്കാർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അതൊരു മോശമല്ല. ജോലിയിൽ ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ പരീക്ഷ, നിങ്ങളെ ക്വാളിഫിക്കേഷൻ BTech ആണ്, അല്ലെങ്കിൽ നിങ്ങൾ MA ഇംഗ്ലീഷ് പഠിച്ച ആളാണ്. നിങ്ങൾ MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് 1 കൊല്ലം ഞാൻ വെറുതെ ഇരുന്ന്, അത് മോശമാണ്. അല്ലാണ്ട് BTech ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തു എന്ന് പറയുന്നത് മോശമല്ല. അപ്പോ ആദ്യത്തെ ജോലി ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഇയർ അവിടെ കാണൂലേ, നമ്മൾ പറയാണ്ട്? അത് കാണും. അതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി, അവർക്ക് ക്യാരിങ് ആയി ഉണ്ടാവും, അപ്പൊ മെറ്റേണിറ്റി ലീവ് എടുത്തിട്ടുണ്ടാവും. അത് പ്രശ്നമല്ല. അത് ഒരു 2 കൊല്ലം ഞാൻ എന്റെ മോളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോനെ നോക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തു പറയുന്നത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ 2 കൊല്ലം വെറുതെ ഇരുന്നു ഒന്നും ചെയ്യാതെ എന്ന് പറയുന്നത് അത് ഒരാള് അംഗീകരിക്കില്ല, ജോലി എടുക്കുന്ന ആൾ അംഗീകരിക്കില്ല. അതെ, നമ്മളുടെ വീക്ക് പോയിന്റ്സ് അല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ പോസിറ്റീവ് സൈഡ്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 2 വർഷത്തെ ഗ്യാപ്പ് നമ്മൾ പ്രശാന്ത് സാർ പറഞ്ഞ പോലെ നമുക്ക് പറയാം, എന്ത് ഐ വാസ് ഗിവിംഗ് ടൈം ടു മൈ ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് സീംസ് എ ഗുഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് സൈഡ് കാണിക്കുക. അതായത് ഇപ്പൊ ഈവൻ ചിലപ്പോൾ നിങ്ങൾക്ക് സപ്ലൈ എഴുതി കിട്ടാത്തതാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറയാം, ഞാൻ ആ സമയത്ത് PSC കോച്ചിങ്ങിന് പോവായിരുന്നു. നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയ രീതിയിൽ വേണം നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ പരീക്ഷ എഴുതുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒറിജിനൽ വെൻ യു സബ്മിറ്റ് CV, ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. വിഷ്ണുപ്രിയ, IT കമ്പനിയിലൊക്കെ ഇതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് വരികയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം IT കമ്പനിയിൽ ഒരു ഇതിൽ ചേരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടായിരിക്കും ചേരുന്നത്. കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയറിലെ ഒരു കോഡിംഗ് എക്സ്പേർട്ട് ആയിട്ട് കയറുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ റിക്രൂട്ടർ ചോദിക്കുന്നത് അതായിരിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഗ്യാപ്പ്? അപ്പോൾ സപ്പോസ് യൂസേ ഞാൻ പഠിക്കാൻ പോയതാണ്, ഓക്കെ, സോ ഹീസ് കൺവിൻസ്ഡ്. അതേ സമയത്ത് ഇല്ല, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു, എന്നിട്ട് ചുമ്മാ ഞാൻ അടുത്ത ജോബിന് ട്രൈ ചെയ്തു, അപ്പോൾ അത് കിട്ടി, then that is a sort of disqualification for you. അതാണ്. ഓക്കെ, ഒരു 3 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് വരൂ, അപ്പൊ കൃത്യമായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, ഹോപ്പ് യു ആർ ആൻസർഡ് വിഷ്ണുപ്രിയ. നെക്സ്റ്റ്, കൃഷ്ണ വീണ്ടും കൈ ഉയർത്തിയിട്ടുണ്ട്. Is it something she want to ask? Yeah, anybody else? Krishna, I'm trying to unmute you. Yeah. Is there any other question, Prem? Otherwise, shall we wind up? Otherwise, I think today we had a 100 long session, especially due to internet cut, and so connection. We'll stop now. Yeah. Okay. So, is there any other question? Otherwise, we'll wind up. So, thank you once again, all of you. So, have enjoy the weekend. We'll be back on Monday for you.
റൈറ്റ്. നിങ്ങൾ ഈ വീക്കെൻഡ് പോകുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുവരെ എടുത്തൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഞങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ റിവിഷൻ വരാൻ പോകുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മൺഡേ ഷെയർ ചെയ്യും. റിവിഷൻ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, റിവിഷനിൽ ഒരു സ്ഥലത്തും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. റിവിഷൻ ഒന്ന് നിങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ട് പോവുകയുണ്ടാവും. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു പോയിന്റ് ഇവിടെ ഇപ്പോൾ പറയും പോലെ ഒരു സ്ലൈഡ് ഇട്ട് അത് 5 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ട് വരുന്ന ആൾക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഒന്നും അറിയാതെ കയറി വരുന്ന ആൾക്കാരോടല്ല. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വായിച്ച ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ. വായിക്കാത്ത ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അതാണ് റിവിഷന്റെ പ്രശ്നം. സോ യൂസ് ദിസ് വീക്കെൻഡ് ടു എക്യുപ്പ് യുവർ സെൽഫ്, റീഡ് ദ പോർഷൻസ് ദാറ്റ് വി ഹാവ് ഡൺ. നിങ്ങൾക്ക് എല്ലാവരും ടെക്സ്റ്റൊക്കെ കയ്യിലുണ്ടാവും, നോട്ടും കയ്യിലുണ്ടാവും വിചാരിക്കുന്നു. എല്ലാം വായിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുക. മേ ബി വി മൈറ്റ് സ്റ്റാർട്ട് റിവിഷൻ നെക്സ്റ്റ് വീക്ക്. അധികം സമയമൊന്നും ഉണ്ടാവില്ല. ഇന്ന് പറയും, മറ്റന്നാൾ തുടങ്ങും, അത്രയും ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരാഴ്ച സമയം തരൂല. സോ യൂസ് ദിസ് 3 days you have with you to work with your portion and come prepared for the revision session. Thank you all once again. Over to Prem to end. Yeah, Subin എന്ന് പറയണ്ട, പറഞ്ഞോളൂ. ഹലോ സർ, കേൾക്കാമോ? പറഞ്ഞോളൂ. Audible. റൈറ്റ് സർ. പ്രശാന്ത് സാർ പറഞ്ഞതിന്റെ കൂട്ടത്തിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു. റിവിഷന് വരുമ്പോൾ ബി റെഡി ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ റെഡി ആയിട്ട് വരിക. എന്നാലേ ഈ സെഷൻ കൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. യാ, ഓക്കെ. സോ വൺ തിങ് ടു റിമെമ്പർ, every one of our classroom, വീണ്ടും പറയുന്നു, thank you so much for coming with us. We have successfully completed 25 sessions of our online classroom, and hats off to you, Dr. Prem sir and Prashant sir, and thank you for adding me into it. And കുട്ടികളോട് അടുത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ പറയുക, മെജോറിറ്റി ആൾക്കാർക്കും പ്രശ്നം ഞങ്ങളുടെ ആപ്പ് കയ്യിലില്ലാത്തതുകൊണ്ടാണ്. പ്രശാന്ത് സാർ രാവിലെ പറഞ്ഞു എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. പ്ലീസ് ഡു ദാറ്റ്. അതിലൂടെ മാത്രമേ ഇപ്പൊ നമ്മളുടെ ആപ്പിലേക്ക് കിടക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ കിടക്കാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അതൊന്ന് പറയുക. ഇൻ കേസ് യു ഹാവ് എനി ഡിഫിക്കൽറ്റി, പ്ലീസ് കോൺടാക്ട് മീ. Thank you so much. Over to you, Prem sir. Okay, so once again, thank you very much, and to all of you, have a nice weekend, and we'll see you on Monday. The meeting is hereby ended. I think Subin, you will have to close the meeting. I don't have the controls. Yeah, sure. Oh, okay. Right, sir. So thank you, sir. Bye.